നമസ്കാരം. ക്വാളിറ്റി മാനേജ്മെന്റ്, ISO സ്റ്റാൻഡേർഡ്സ്, ഓപ്പറേഷണൽ എക്സലൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, HSE എന്നീ വിഷയങ്ങളെ വളരെ ലളിതമായ ഭാഷയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ലോകമെമ്പാടും എല്ലാ സ്ഥാപനങ്ങൾക്കും അത്യാവശ്യമായ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതായത് ജോലി സ്ഥലത്തെ ആരോഗ്യവും സുരക്ഷയും. ഇത് ഒരു നിയമപരമായ ആവശ്യകത മാത്രമല്ല, മറിച്ച് ഒരു നല്ല സ്ഥാപനത്തിന്റെ സംസ്കാരത്തിന്റെ അടയാളവുമാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണ്? മെഷീൻസ്, ബിൽഡിംഗ്, ടെക്നോളജി, മണി? അല്ല. ഏറ്റവും വലിയ അസറ്റ് ജീവനക്കാരാണ്. മെഷീൻസ് വീണ്ടും വാങ്ങാം, ബിൽഡിംഗ് വീണ്ടും പണിയാം, മണി വീണ്ടും സമ്പാദിക്കാം. പക്ഷേ ഒരു മനുഷ്യ ജീവൻ തിരികെ കൊണ്ടുവരുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇത്രയും പ്രധാനമായത്. ചില കണക്കുകൾ നോക്കാം. ഈ കണക്കുകൾ ഞാൻ പറയുന്നതല്ല, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILO പ്രസിദ്ധീകരിച്ച കണക്കുകളാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഓരോ വർഷവും ഏകദേശം 29.3 ലക്ഷം ആളുകൾ ജോലി സംബന്ധമായ അപകടങ്ങളാലും തൊഴിൽ രോഗങ്ങളാലും മരിക്കുന്നു. അതിൽ 26 ലക്ഷം ആളുകളും ഒക്യുപേഷണൽ ഡിസീസ് മൂലമാണ്. അതായത് അപകടം കൊണ്ടല്ല, ജോലിയുടെ സ്വഭാവം കാരണം വർഷങ്ങളായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണം. ഉദാഹരണത്തിന്, മൈനിങ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ വർഷങ്ങളോളം പൊടി ശ്വസിക്കുന്നു. ശേഷം ലങ് ഡിസീസ് വരുന്നു. കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർ വിഷവസ്തുക്കൾ സ്ഥിരമായി ശ്വസിക്കുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ടോക്സിക് ഗ്യാസ് എക്സ്പോഷറും ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ എക്സ്പോഷറും, ഇവയെല്ലാം ഒക്യുപേഷണൽ ഡിസീസ് ആണ്. ഇനി മറ്റൊരു കണക്ക് നോക്കാം. ഓരോ വർഷവും ഏകദേശം 395 മില്യൺ ആളുകൾക്ക് നോൺ ഫറ്റൈൽ ഒക്യുപേഷണൽ ഇഞ്ചുറി സംഭവിക്കുന്നു. അതായത് അവർ മരിക്കുന്നില്ല, പക്ഷെ ജീവകാലം മുഴുവനും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഒരു വിരൽ നഷ്ടപ്പെടാം, ഒരു കാൽ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി. ഇത് തൊഴിലാളികളുടെ മാത്രം പ്രശ്നമാണോ? ഒരിക്കലുമല്ല, അത് സ്ഥാപനത്തിന്റെയും പ്രശ്നമാണ്. ILO പറയുന്നത് അൺസേഫ് വർക്ക് പ്ലേസ് കാരണം ലോക സമ്പദ് വ്യവസ്ഥയിൽ പ്രതിവർഷം ഏകദേശം ഗ്ലോബൽ GDPയുടെ 4% നഷ്ടമാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ആക്സിഡന്റ് നടന്നാൽ മെഡിക്കൽ എക്സ്പെൻസസ്, കോമ്പൻസേഷൻ, പ്രൊഡക്ഷൻ സ്റ്റോപ്പ്, മെഷീൻ ഡാമേജ്, ലീഗൽ കേസ്, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കും, കസ്റ്റമർ കോൺഫിഡൻസ് കുറയും, കമ്പനി റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് സേഫ്റ്റി ഒരു എക്സ്പെൻസ് അല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ചെറിയ കഥ നമുക്ക് നോക്കാം. 2 കമ്പനികളെ സങ്കല്പിച്ചു നോക്കൂ. കമ്പനി A ഹെൽമെറ്റ് ധരിക്കുന്നില്ല, സേഫ്റ്റി ട്രെയിനിങ് ഇല്ല, ഇലക്ട്രിക്കൽ കേബിൾ നിലത്ത് കിടക്കുന്നു, എമർജൻസി എക്സിറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നു, മെഷീൻ ഗാർഡ് ഇല്ല, നിയർ മിസ് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല, മാനേജ്മെന്റ് സേഫ്റ്റി മീറ്റിംഗ് നടത്തുന്നില്ല. കമ്പനി B ഓരോ ജീവനക്കാരനും സേഫ്റ്റി ഇൻഡക്ഷൻ ലഭിക്കുന്നു, റിസ്ക് അസസ്മെന്റ് ചെയ്യുന്നു, പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം ഉണ്ട്, എമർജൻസി ഡ്രിൽ നടത്തുന്നു, മിഷൻ ഗാർഡ് നിർബന്ധമാണ്, PPEs ഉപയോഗിക്കുന്നു, നിയർ മിസ് പോലും അന്വേഷിക്കുന്നു, മാനേജ്മെന്റ് സേഫ്റ്റി വാക്ക് നടത്തുന്നു. ഈ 2 കമ്പനികളിൽ നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും കമ്പനി B അല്ലേ? കാരണം അവിടെ നിങ്ങൾ ഒരു എംപ്ലോയി മാത്രമല്ല, ഒരു മനുഷ്യനാണ്. എന്താണ് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി? പലർക്കും തോന്നും സേഫ്റ്റി എന്നത് ഹെൽമെറ്റ് ഇടുന്നതാണ്. അല്ല, ഹെൽമെറ്റ് സേഫ്റ്റിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നത് ജോലി സ്ഥലത്ത് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ മുൻകൂട്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ്. അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ, റിസ്ക് അസസ്മെന്റ്, ഓപ്പറേഷണൽ കൺട്രോൾ, എമർജൻസി പ്രിപ്പയർനെസ്, എംപ്ലോയി ട്രെയിനിങ്, ഇൻസിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ, കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ്. ഇവയെല്ലാം ചേർന്നതാണ് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഓഫീസിൽ സേഫ്റ്റി ആവശ്യമാണോ? പലരും ചോദിക്കും, ഞങ്ങൾ ഓഫീസാണ്, ഞങ്ങൾക്ക് സേഫ്റ്റി എന്തിന്? ഒരു ഓഫീസിലും നിരവധി ഹസാർഡ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഷോക്ക്, സ്ലിപ്പറി ഫ്ലോർ, ഫയർ ഹസാർഡ്, പുവർ എർഗണോമിക്സ്, കമ്പ്യൂട്ടർ സ്ക്രീൻ മൂലമുള്ള ഐ സ്ട്രെയിൻ, മെന്റൽ സ്ട്രെസ്, ബാക്ക് പെയിൻ, വർക്ക് പ്രഷർ, ഇവയെല്ലാം ഒക്യുപേഷണൽ ഹസാർഡ് ആണ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നോക്കാം. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്കിംഗ് അറ്റ് ഹൈറ്റ്, ഫാളിംഗ് ഒബ്ജക്ട്, സ്കഫോൾഡിംഗ് ഫെയിലിയർ, ഇലക്ട്രിക്കൽ ഹസാർഡ്, ഹെവി എക്യുപ്മെന്റ്, എക്സ്കവേഷൻ കൊളാപ്സ്, നോയിസ്, ഡസ്റ്റ്, എല്ലാം ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ആണ്. അതുകൊണ്ട് ഇവിടെ സേഫ്റ്റി കൾച്ചർ അത്യാവശ്യമാണ്. ഒരു ഹോസ്പിറ്റൽ നോക്കിയാലോ? ഹോസ്പിറ്റൽ സേഫ്റ്റി എന്നത് രോഗിയുടെ മാത്രമല്ല, ഡോക്ടേഴ്സ്, നേഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ക്ലീനിംഗ് സ്റ്റാഫ്, ആംബുലൻസ് ഡ്രൈവർ, എല്ലാവരുടെയും സേഫ്റ്റിയാണ് ഹോസ്പിറ്റൽ സേഫ്റ്റി. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, ബയോ ഹസാർഡ് എക്സ്പോഷർ, കെമിക്കൽ എക്സ്പോഷർ, റേഡിയേഷൻ, മാനുവൽ പേഷ്യന്റ് ഹാൻഡ്ലിംഗ്, ഇവയെല്ലാം ഒക്യുപേഷണൽ ഹസാർഡ് ആണ്. ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി നോക്കിയാലോ? മെഷീൻ ഗാർഡ് ഇല്ല, ഒരു ചെറിയ ശ്രദ്ധക്കുറവിനാൽ ഒരു ഫിംഗർ നഷ്ടപ്പെടാം. ലോക്കൌട്ട് ടാഗ് ചെയ്തില്ല, മെഷീൻ സ്റ്റാർട്ടായി, അത് ഫറ്റാൽ ആക്സിഡന്റ് ആക്കാം. അതിനാലാണ് ഇക്കാര്യങ്ങൾക്കെല്ലാം പ്രൊസീജിയർ ഉണ്ടാകേണ്ടത്. അടുത്തതായി നമുക്കൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് പോയി നോക്കിയാലോ? ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ കൺഫൈൻഡ് സ്പേസ് എൻട്രി, വർക്കിംഗ് അറ്റ് ഹൈറ്റ്, ഹോട്ട് വർക്ക്, ഗ്യാസ് ടെസ്റ്റിംഗ്, പെർമിറ്റ് ടു വർക്ക്, ഐസൊലേഷൻ, എമർജൻസി റെസ്പോൺസ്, ഇവയെല്ലാം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. റൂൾസ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ റൂൾസ് ഫോളോ ചെയ്യാതിരിക്കുന്നതിന്റെ വില ഒരു മനുഷ്യ ജീവനായേക്കാം. അടുത്തതായി നമുക്ക് എന്താണ് ISO 45001 എന്നുള്ളത് നോക്കാം. ലോകമെമ്പാടും സ്ഥാപനങ്ങൾ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സിസ്റ്റം നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ISO 45001.
ഇത് ഒരു പേപ്പർ സർട്ടിഫിക്കറ്റ് അല്ല, അത് സേഫ്റ്റി കൾച്ചർ ഉണ്ടാക്കുവാനുള്ള ഒരു ഫ്രെയിം വർക്കാണ്. ഈ സ്റ്റാൻഡേർഡ് നമ്മളോട് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ആക്സിഡന്റ് നടന്നതിന് ശേഷം അന്വേഷണം നടത്തണ്ട, പകരം ആക്സിഡന്റ് നടക്കാതിരിക്കാൻ മുൻകൂട്ടി സംവിധാനം ഉണ്ടാക്കും. അതാണ് ISO 45001. അടുത്ത വീഡിയോയിൽ ISO 45001ന്റെ സ്ട്രക്ചർ, ഹൈ ലെവൽ സ്ട്രക്ചർ, ക്ലോസ് 4 മുതൽ ക്ലോസ് 10 വരെ, PDCA സൈക്കിൾ, ലീഡർഷിപ്പ്, റിസ്ക് ബേസ്ഡ് തിങ്കിംഗ്, വർക്കർ പാർട്ടിസിപ്പേഷൻ, ലീഗൽ റിക്വയർമെന്റ് ഇവയെല്ലാം വളരെ ലളിതമായ രീതിയിൽ ഉദാഹരണത്തോടെ നമുക്ക് പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. സേഫ്റ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവമോ അഭിപ്രായമോ താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള ISO ട്രെയിനിങ്, ഓപ്പറേഷണൽ എക്സലൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ക്വാളിറ്റി മാനേജ്മെന്റ്, HSE തുടങ്ങിയ വിഷയങ്ങളിൽ പ്രൊഫഷണൽ ട്രെയിനിങ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. ഓർക്കുക, every procedure is written in ink because someone's blood wrote the lesson. Stay safe, stay healthy, keep learning.